Hi friends, welcome back. iPhone 15 series വരുമ്പോൾ ബിഗ്ഗസ്റ്റ് അപ്ഗ്രേഡ് ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആണ് പ്രതീക്ഷിക്കുന്നത്. അതായത് iPhone 12, 13, 14 ഒക്കെ ഇറങ്ങുമ്പോൾ നമ്മളിത് ഈ ഒരു ട്രോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സംഗതി സത്യവുമാണ്, ഏകദേശം ഒരേപോലെ തന്നെയാണ് ഫോണുകളൊക്കെ വന്നത്. 14 സീരീസിലെ ഡൈനാമിക് ഐലൻഡ് ഒന്ന് മാറ്റി വെച്ചാൽ എല്ലാം ഒരേപോലെ തന്നെ അല്ലേ, വലിയ കാര്യമായ സംഭവമൊന്നുമില്ല, എല്ലാം അപ്ഗ്രേഡഡ് ആണ്. ബട്ട് ഒരു കംപ്ലീറ്റ് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ബട്ട് iPhone 15 സീരീസ് വരുമ്പോൾ കംപ്ലീറ്റ് ചേഞ്ച്, ഒരു ബിഗ്ഗസ്റ്റ് അപ്ഗ്രേഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. സോ എന്തൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. സോ എന്തൊക്കെയാണ് ഈ കംപ്ലീറ്റ് ചേഞ്ചുകൾ ഒന്നൊന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഈ 13, 12, 14 ഈ ഫോണുകൾക്കെല്ലാം ഷാർപ്പായ എഡ്ജുകളാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ. ബട്ട് ഈ ഒരു സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാറും. കർവ്ഡായ സൈഡുകളായിരിക്കും നമ്മുടെ പുതിയ iPhone 15 സീരീസിന് ഉണ്ടാവാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് സ്റ്റീൽ ബോഡി മാറ്റിയിട്ട് ടൈറ്റാനിയം ബോഡി വരും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, സ്ട്രെങ്ത് കൂടും. സോ ഗുണമുള്ള കാര്യം തന്നെയാണ് ടൈറ്റാനിയം. ഇനി അടുത്ത ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ ബട്ടണുകൾ, പോർട്സ് ആൻഡ് ബട്ടൺസ് ഇപ്പൊ നോർമലി നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ബട്ടണുകളാണ് എല്ലാ സൈഡിലും. വോളിയം ബട്ടൺ, പവർ ബട്ടൺ, നമ്മുടെ മ്യൂട്ട് ബട്ടണൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ തട്ടാൻ കഴിയുന്ന തരത്തിലുള്ള ബട്ടണുകളാണ്. എന്നാൽ ഇതെല്ലാം കംപ്ലീറ്റ് മാറുമെന്നാണ് പറയുന്നത്. പകരം സോളിഡ് സ്ലേറ്റ് ബട്ടണുകൾ, നമ്മുടെ മാക്കിന്റെ ട്രാക്ക് പാഡിലോ അല്ലെങ്കിൽ ടച്ച് ഐഡിയോ ഒക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സംവിധാനം, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സോളിഡ് ബട്ടൺ, ആ രീതി സോളിഡ് സ്ലേറ്റ് ബട്ടൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഫിസിക്കലായ ഒരു ഷേപ്പ് അവിടെ ഉണ്ടാവും, ബട്ട് അത് ഇതുപോലെ ക്ലിക്കബിൾ ആയിരിക്കില്ല. എന്താണ് ഇതിന്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി കൂടും. ഈ മൂവിംഗ് പാർട്ടുകൾക്ക് എപ്പോഴും ഡ്യൂറബിലിറ്റി കുറവാണ്, ബട്ട് ഇത് സോളിഡ് സ്ലേറ്റ് ബട്ടണുകളായതുകൊണ്ട് ഡ്യൂറബിലിറ്റി കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഫീഡ്ബാക്ക്, നമ്മൾ ആ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഫീഡ്ബാക്ക് കിട്ടും. വോളിയം കൂട്ടാനും കുറയ്ക്കാനും ആണെങ്കിൽ സിംഗിൾ ബട്ടൺ ആയിരിക്കും. ഇപ്പോഴേക്കും നമുക്ക് 2 ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്, ഇത് സിംഗിൾ ബട്ടൺ ആയിരിക്കും. അതിൽ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ വോളിയം കൂടും, താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ വോളിയം കുറയും. മ്യൂട്ട് ബട്ടൺ ആണെങ്കിൽ പ്രസ് ചെയ്തുകൊണ്ട് മ്യൂട്ട് ആക്കാം, അതേപോലെ പ്രസ് ചെയ്തുകൊണ്ട് ഓൺ ആക്കാം. ഈ രീതിയിലാണ് ഇതിന്റെ ബട്ടണുകളിൽ വരാൻ പോകുന്ന മാറ്റം. അടുത്ത ഒരു പ്രധാന മാറ്റം ടൈപ്പ് സി പോർട്ട് വരും. തണ്ടർബോൾട്ട് 3 ആയിരിക്കും ഉണ്ടാവുക, അതായത് അത്യാവശ്യം പവർഫുൾ ആണ്. അല്ലെങ്കിൽ USB 3.2 ഈ രീതിയിലായിരിക്കും വരിക. രണ്ടായാലും സംഗതി പവർഫുൾ ആയ ഒരു അടിപൊളി ഫാസ്റ്റ് ആയ ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡൊക്കെ നമുക്ക് തരും. ഡിസ്പ്ലേയുടെ ഭാഗത്ത് 13 Pro അല്ലെങ്കിൽ ആ ഒരു 13 സീരീസിൽ നിന്നും 14 സീരീസിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേയുടെ ഈ ബെസിൽസ് ഒക്കെ ലേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാണുന്ന സൈഡിലത്തെ ഈ ബ്ലാക്ക് ബോർഡറുകളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലേശം 15 സീരീസ് വരുമ്പോൾ ഇനി കുറച്ചുകൂടി ഒന്ന് കുറയുമെന്നാണ് പറയുന്നത്. മാത്രവുമല്ല ആ ഡിസ്പ്ലേയുടെ എഡ്ജുകളൊക്കെ ലേശം കർവ്ഡ് കൂടിയായിരിക്കും, ഒരു പൊടുക്കി, അതായത് ഈ നേരെ ഫ്ലാറ്റ് നിൽക്കാതെ ഒരു ലേശം കർവ് കൂടി തരും. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇമ്മേഴ്സീവായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടും. സോ പോർട്സ് ആൻഡ് ബട്ടൺസ് ഡിസൈൻ മൊത്തത്തിൽ മാറും. നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ടോട്ടലി മാറ്റാൻ കഴിയുന്ന തരത്തിലാണ് iPhone 15 വരുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതെല്ലാം പല ലീക്സ്റ്റേഴ്സിന്റെ ലീക്ക് വഴിയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ തന്നെയാണ് iPhone 14 Pro Max വരുമ്പോൾ അത് അങ്ങനെ ആയിരിക്കും, ഡൈനാമിക് ഐലൻഡ് അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് നമുക്ക് ലീക്ക് ചെയ്ത് തന്ന ആൾക്കാർ. സോ അതുകൊണ്ട് തന്നെ ഇവർ ഈ തരുന്ന ലീക്കുകൾ നമുക്ക് ഏറെക്കുറെ വിശ്വസിക്കാം. പക്ഷേ ചിലപ്പോൾ മാറ്റങ്ങളും വരാം. ഇനി ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, ഇവർ 2 എക്സ്ട്രാ ഹാപ്റ്റിക് എഞ്ചിൻ കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഒന്നുകൂടി സ്ട്രെങ്ത് കൂട്ടാൻ. കാരണം ഈ ബട്ടണുകളെല്ലാം സോളിഡ് സ്ലേറ്റ് ബട്ടണും അതെല്ലാം വൈബ്രേഷൻ ഫീഡ്ബാക്കിലൂടെ, ഹാപ്റ്റിക് ഫീഡ്ബാക്കിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി വരുന്നതുകൊണ്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പോവാണ് ആ ഒരു മേഖല. സോ അതും ഒരു വെൽക്കം ചേഞ്ച് തന്നെയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. നമ്മളൊരു MacBook Pro എടുത്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. പുതിയ M2 Pro ഒക്കെ ഉള്ള ഈ ഒരു മാക്കിൻ്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇനി അടുത്ത ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് വരാൻ പോകുന്നത് ഈ iPhone 14 സീരീസ് ഇറങ്ങിയപ്പോൾ ഡൈനാമിക് ഹൈലൈറ്റ് വന്നു. പക്ഷേ Pro Max ആ ഒരു പ്രോ മോഡലുകളിലേ ഉണ്ടായിരുന്നുള്ളൂ, ബേസ് മോഡലുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കുന്നവർക്ക് അതൊരു വിഷമമായിരുന്നു. എന്നാൽ 15 സീരീസിൽ എല്ലാ മോഡലുകളിലും ഡൈനാമിക് ഹൈലൈറ്റിന്റെ സെറ്റപ്പ് ഉണ്ടായിരിക്കും. സോ ആ ഒരു ഫീച്ചർ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ ഫോണുകളിലും തീർച്ചയായിട്ടും വെൽക്കം ചേഞ്ച് അല്ലേ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് ക്യാമറയുടെ ഭാഗത്താണ്. 2 കാര്യങ്ങളാണ് മാറുന്നത്. ഒന്ന്, പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് വരുമെന്നാണ് പറയുന്നത്. പ്ലസ് ഇത് 5x to 10x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുമെന്നും പറയുന്നു. സോ സൂമിംഗ് കപ്പാസിറ്റി നമ്മുടെ S23 അൾട്രയിലൊക്കെ ഉള്ള പോലത്തെ സൂമിംഗ് ഫീച്ചറുകൾ ഐഫോണിലും വരുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ലൈഡാർ സെൻസർ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യുന്നു. സോണിയുടെ കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു ലൈഡാർ സെൻസർ സംവിധാനമായിരിക്കും വരിക. സോണിയാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണം ഒന്നുകൂടി നല്ല രീതിയിലുള്ള ലോ ലൈറ്റ് പെർഫോമൻസ്, ലോ ലൈറ്റ് ഫോക്കസ് തുടങ്ങിയ കാര്യങ്ങൾ വരും. അതിൻ്റെ ഒപ്പം തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള കാര്യങ്ങളിൽ ഒന്നുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് iPhone ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ക്യാമറയുടെ ഭാഗത്തും ഒട്ടനവധി മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ആക്ച്വലി ഈ ഒരു വീഡിയോ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തതാണ്. പലപ്പോഴും നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തപ്പോൾ ക്ലിപ്പുകൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഔട്ട്ഡോർ ക്ലിപ്പ് നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് എടുക്കുന്നത്, ഏത് ക്യാമറയാണെന്നൊക്കെ. ഈ ക്യാമറയായിരുന്നു, Nikon Z30 എന്ന് പറയുന്ന വ്ളോഗിംഗ് ക്യാമറയാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്യാമറയുടെ മെയിൻ സ്പെക്ക് ഒക്കെ
ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ വരും സമയങ്ങളിൽ ഇതുകൊണ്ട് വ്ളോഗ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. ശരിക്കും നമ്മുടെ സാംസങ്ങിൻ്റെ ഈ കാണുന്ന ഒരു വീഡിയോ ഇതൊക്കെ നമ്മൾ ഈ ഒരു ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു വ്ളോഗിങ് ക്യാമറയാണ്. എന്തായാലും വിശദമായിട്ട് ഇതിൻ്റെ വ്ളോഗിങ് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യട്ടോ. Nikon Z30 ആയിരുന്നു ഈ ഒരു ക്യാമറ. പിന്നെ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന, അല്ലെങ്കിൽ ഇത് ഓക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പ്രൊഡക്റ്റ് സെക്ഷനിൽ ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് 15 Pro Maxന്റെ അല്ലെങ്കിൽ 15 Pro സീരീസിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. പെർഫോമൻസ് ഒബ്വിയസ്ലി ഇത് അപ്ഗ്രേഡ് ആയിരിക്കും, നമ്മളത് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും 3nm A17 ബയോണിക് പ്രൊസസ്സറാണ് വരാൻ പോകുന്നത്. 6GB റാം ആയിരുന്നു നമുക്ക് ഐഫോണുകളിൽ ഉണ്ടായിരുന്നത് ഇതുവരെ. മാക്സിമം 8GB റാമിലേക്ക് മാറുന്നുണ്ട്. സോ കുറച്ചുകൂടി കൂടുതൽ അപ്ലിക്കേഷനുകളും കാര്യങ്ങളും കിട്ടുകൊണ്ട് കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 3nm പ്രോസസ്സ്, A17 ബയോണിക്, കുറച്ചുകൂടി ബെറ്ററായ റാം സെറ്റപ്പ്. സോ മൊത്തത്തിൽ iPhone 15 സീരീസിൻ്റെ പെർഫോമൻസും നെക്സ്റ്റ് ലെവലിലേക്ക് മാറുന്നുണ്ട്. കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ടത് എല്ലാ വർഷവും പ്രോ സീരീസുകളിൽ ഈ അപ്ഗ്രേഡ് വരുന്നത് തന്നെയാണ്. ഇനി ബാറ്ററി പോലുള്ള കാര്യങ്ങളിൽ എന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോൺ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ലേശം തിക്നെസ് കൂടും എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാറ്ററി സൈസ് ലേശം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാറ്ററി ലൈഫും കൂടും. അത് ബാറ്ററിയുടെ സൈസ് കൂടുന്നതുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ടെക്നോളജി, ഈ പ്രൊസസ്സറിൻ്റെ ടെക്നോളജി 3nm മാറുന്നുണ്ട്. സോ അവിടെയും നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയ ഒരു സെറ്റപ്പായി മാറുന്നുണ്ട് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ. സോ ബാറ്ററി ലൈഫ് കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയ രീതിയിൽ തന്നെയായിരിക്കും 15 സീരീസിൽ വരാൻ പോകുന്നത്. പിന്നെ ഇതിനകത്ത് Wi-Fi 6E പോലുള്ള ഒരുപാട് നൂതന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് എല്ലാം ഞാൻ പറയുന്നില്ല. പ്രധാന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എത്രത്തോളം മാറി പുതുമയോടുകൂടിയാണ് iPhone 15 സീരീസ് വരാൻ പോകുന്നതെന്ന്. പിന്നെ ഈ അപ്ഗ്രേഡ് എല്ലാം കേട്ട് കഴിയുമ്പോൾ സംഗതി എല്ലാം അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പ്രൈസ് ഡൗൺഗ്രേഡ് ചെയ്തു എന്ന് ആരും വിചാരിക്കേണ്ട. അതും നല്ല രീതിക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതിലും ഒരു 10,000 രൂപയിൽ കൂടിയ എമൗണ്ടിൻ്റെ അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഹൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിനൊരു കുറവ് വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവരും അത് കൂട്ടി തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതേപോലെ തന്നെ iPhone 15 സീരീസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.